ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ജെൽ ഐലൈനർ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പൊതുവെ ആരും അങ്ങനെ ജെൽ ഐലൈനർ യൂസ് ചെയ്യാറില്ല. എൻ്റെ കയ്യിലുള്ളത് നൈക്കയുടെയാണ് കേട്ടോ. ഞാൻ നൈക്കയുടെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇതൊരു 575 രൂപയാണ് ഇതിന് വരുന്നത്. ഇപ്പോൾ നൈക്കയിൽ അതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. പക്ഷേ എനിക്ക് അന്ന് ഞാൻ വാങ്ങിയത് ഇതൊരു 500 റുപ്പീസിൻ്റെ റേഞ്ചിലായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത്. പിന്നെ ഈ നൈക്കയുടെ വാങ്ങുമ്പോൾ എന്തോ ഉപകാരം വെച്ചെങ്കിൽ ഇത് നമുക്ക് മറ്റേ സാധാ ഐലൈനേഴ്സ് പോലെയല്ലല്ലോ, ഇത് ജെൽ ടൈപ്പ് അല്ലേ. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ ബ്രഷസ് വേണം. നൈക്കയുടെ വാങ്ങുമ്പോൾ അവർ അതിൻ്റെ ഒപ്പം ഒരു ബ്രഷും തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മെബിലൈൻ്റെ കൂടിയും അവർ ബ്രഷ് തരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ നമുക്കിതിന് സെപ്പറേറ്റ് ഒരു ബ്രഷ് വാങ്ങേണ്ട ആവശ്യമില്ല. മറ്റേതൊക്കെ ആണെങ്കിൽ ലിക്വിഡ് ഐലൈനേഴ്സിനൊക്കെ ഓൾറെഡി അതിൻ്റെ ഒപ്പം എഴുതാനായിട്ട് ഒരു ബ്രഷ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ വളരെ ചെറിയൊരു പോർഷൻ മാത്രമായിട്ടോ ഇതിൻ്റെ എടുക്കേണ്ടുള്ളൂ. കുറച്ച് പോർഷൻ എടുത്ത് നമ്മുടെ കൈയിൻ്റെ മുകളിൽ കുറച്ച് വെക്കാൻ, ഇത് പെട്ടെന്ന് ചിലപ്പോൾ കട്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള പോർഷൻ എടുത്ത് വെച്ചതിന് ശേഷം അത് അടച്ച് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് വേഗയുടെ ബ്രഷാണ് കേട്ടോ. എൻ്റെ കയ്യിൽ 2 ബ്രഷസ് ഉണ്ട്. ഞാൻ ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യണത്. ഞാൻ നോർമലി ഇത് എൻ്റെ ബ്രൈഡ്സിനായി ആണ് കേട്ടോ ഈ ജെൽ ഐലൈനർ കൂടുതൽ ഉപയോഗിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ട് തോന്നും, നല്ലൊരു ഭംഗിയാണ് ഇത് വെച്ച് വരച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ മുന്നിൽ മിറർ ഞാൻ കയ്യിൽ പിടിച്ചിരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിന് വരയ്ക്കാനുള്ള ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഈ പുരികത്തിൻ്റെ അവിടെ നിന്നുണ്ടല്ലോ, കുറച്ച് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട്. ഇത് നമ്മുടെ സാധാ ലൈനർ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്ന പോലെ കുറച്ചിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വരയ്ക്കുക. ഒന്നല്ലെങ്കിൽ അത് മറ്റേ കൈ കൊണ്ട് ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം വരയ്ക്കാനായിട്ട് കേട്ടോ. പക്ഷേ നമ്മൾ വൃത്തിയിൽ എന്നും കണ്ണെഴുതുന്നവരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ജെൽ ഐലൈനർ വെച്ചിട്ട് വരയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് വളരെ ഈസിയാണ്. അപ്പോൾ പിന്നെ നല്ല ഫിനിഷിങ് ലുക്കും കിട്ടും. കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് പിടിച്ചിട്ട് വരയ്ക്കാം. ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. പിന്നെ നമ്മൾ എപ്പോഴും തുടങ്ങുമ്പോൾ സെൻറ്റർ പോർഷനിൽ നിന്ന് തുടങ്ങണം കേട്ടോ. സെൻറ്റർ പോർഷനിൽ നിന്ന് തുടങ്ങിയിട്ട് താഴത്തേക്ക് വരച്ച് അതിന് ശേഷം നെക്സ്റ്റ് സൈഡ് ഫിനിഷ് ചെയ്തിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. പിന്നെ ഞാൻ മുന്നേ കാണിച്ച ആ ബ്ലാക്ക് കളറുള്ള ബ്രഷാണ് നൈക്കയുടെ കൂടെ അവർ തരുന്നത്. ആ ബ്രഷ് വെച്ചിട്ടും ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ പൊതുവെ ആരും അങ്ങനെ ജെൽ ഐലൈനർ യൂസ് ചെയ്യാറില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അങ്ങനെ യൂസ് ചെയ്യാത്തത്. എനിക്കിഷ്ടമാണ് ഇത്. പിന്നെ കുറച്ച് ടൈം നമ്മൾ വേണമെങ്കിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് ഭയങ്കര നീറ്റാണ്. ഇതായിട്ട് കണ്ണെഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് സാധാ ലൈനർ കൊണ്ടല്ലല്ലോ ചെയ്തിരിക്കുന്നത്, അങ്ങനെ തോന്നുന്ന രീതിയിലുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്തോളൂ. നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ലിഫ്റ്റ് ചെയ്ത് പിടിക്കലും പിന്നെ ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നീറ്റായി വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് എന്തായാലും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.